ഇനി അടുത്ത വേഷങ്ങൾ ഏതൊക്കെയാണ് സർ? അടുത്ത സിനിമ റെഡ് ചില്ലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സഖാവിൻ്റെ വേഷമാണ്. ഏലസ എന്ന് പറയുന്നത് അതിൽ ചെറിയ ക്യാരക്ടർ ഏലസ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര സീനുണ്ടെന്നുള്ളത് പ്രശ്നമല്ല. എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, ആ ക്യാരക്ടർ സമൂഹത്തിന് ഗുണപ്രദമാണോ അത് നോക്കും. സമൂഹത്തിന് ഇത് ഇങ്ങനെ നിങ്ങളിങ്ങനെ ആകരുത് എന്നുള്ളതിന് തെളിവായിട്ടൊരു ക്യാരക്ടർ ചെയ്യേണ്ടി വന്നാലും ഞാൻ ചെയ്യും. സർ എപ്പോഴും പറയും സ്വഭാവ നടൻ. എന്താണ് സർ ഈ സ്വഭാവ നടൻ? എല്ലാവരും സ്വഭാവ നടന്മാരാണ്. ഹീറോയും സ്വഭാവ നടനും വ്യത്യാസം എന്താ? ഒരു വ്യത്യാസമില്ല. ഹീറോ എന്ന് പറയുന്നത് മറ്റാർക്കും ഇല്ലാത്ത സ്വഭാവമുള്ള ആളാണ്. ഇപ്പോഴത്തെ അമാനുഷികൻ, അതായത് 15 പേരടിച്ചാലും തിരിഞ്ഞ് നടിക്കുന്നവനാണ്. അങ്ങനത്തെ ഹീറോ. പക്ഷേ സ്വഭാവ നടൻ എന്ന് പറയുന്നത് ഹീറോ ആണെങ്കിൽ അയാൾക്കൊരു സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവം നല്ലതോ ചീത്തയോ, അല്ലെങ്കിൽ ആ സ്വഭാവം എങ്ങനെയുണ്ടായി, അതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്തായിരുന്നു. നമ്മൾക്കെല്ലാം ഓരോ സ്വഭാവം ഉണ്ടാകുന്നതും നമ്മളെല്ലാം വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നതും നല്ല രീതിയിൽ പെരുമാറുന്നതിനും എല്ലാം കാരണങ്ങളുണ്ട്. നമ്മൾ വളർന്നു വന്ന പരിതസ്ഥിതികളും ഒക്കെയാണ് അതിന് കാരണം. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ പരുക്കം സ്വഭാവം ഇത്തിരി സോഫ്റ്റ് ആയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ പരുക്കൻ സ്വഭാവം എനിക്കുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ രേഖയുടെ ചോദ്യത്തിൽ നിന്ന് എൻ്റെ സ്വഭാവം സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് മാത്രമേ ഞാൻ കരുതൂ. അത് പരുക്കനാണോ എങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതിന് കാരണം നമ്മളുടെ ക്യാരക്ടറാണല്ലോ നമ്മുടെ സ്വഭാവം. ക്യാരക്ടർ എന്നാണല്ലോ അതിന് പറയുക. അത് മാറ്റി മറ്റൊന്നാക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് നല്ലത്. ഉള്ളത് നേരെ ചുവ കൊണ്ടുപോവുക. അതങ്ങനെ തന്നെ, അതിന് യാതൊരു പാളലും വരാതെ തിലകൻ്റെ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അത് സിനിമയിലായാലും ജീവിതത്തിലായാലും അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിൻ്റെ ആദ്യത്തെ നാടകം ജീവിതം അവസാനിക്കുന്നില്ല എന്നായിരുന്നു. അപ്പോൾ ഈ ഒരു കലാരംഗത്തുള്ള ഈ ജീവിതം ഒന്നും ഒട്ടും അവസാനിക്കരുത് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കുറച്ച് സമയം എൻ്റെ ഈ തിരക്കെടുപ്പ് നേരിട്ട് തന്നതിന് വളരെ സന്തോഷമുണ്ട്. ഇനി കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ കാണണം സർ, നാടകവും ചെയ്യണം. നല്ല കഥാപാത്രങ്ങൾ കാണണമെന്ന് പറഞ്ഞതിന് എനിക്ക് പറയാനുള്ളത് ഞാൻ നിസ്സഹായനാണ്. കാരണം നല്ല കഥാപാത്രങ്ങൾ എന്നിലേക്ക് വരാൻ എവിടെയൊക്കെയോ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു ആരൊക്കെയോ. മറ്റൊന്ന് എന്നിലേക്ക് വന്നാലും ചിലപ്പോൾ എൻ്റെ റെമ്യൂണറേഷൻ തടസ്സമാകുന്നു. ഓക്കെ, പക്ഷെ വരാനുള്ളത് വഴി തങ്ങില്ലേ സർ? അല്ല, വഴിയിൽ തങ്ങത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. ചില വേഷത്തിന് ഞാൻ കാശ് മേടിക്കാറുമില്ല. അത് വേഷത്തിൻ്റെ മേന്മ കൊണ്ടല്ല. ചിലപ്പോൾ ആ വേഷത്തിൻ്റെ സ്വഭാവം അത് പൊതുജനങ്ങൾ കാണേണ്ടതാണ്, അറിയേണ്ടതാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. അതിൻ്റെ കാശിനെക്കുറിച്ച് ഞാൻ വെറിയാകുകയില്ല. അങ്ങനെയുണ്ട്. അതെങ്ങനെയാണെന്ന് ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ അത് ആത്മപ്രശംസയായി പോകും. ഞാനങ്ങനെ പൈസ മേടിക്കാതെ അഭിനയിച്ച പടങ്ങളും ഉണ്ട്. അപ്പോൾ സാർ അങ്ങനെ കുറച്ച് സമയം തിരക്കൽ അല്പനേരത്തിൽ ഞങ്ങൾക്ക് തന്നതിൽ വളരെ 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 ഇത്രയും കാലം ഞാൻ സ്ക്രീനിൽ കണ്ടു, ഇപ്പോൾ നേരിട്ട് കാണുന്നു. സാറും എന്നെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നേരത്തെ രേഖയോട് ചോദിച്ചല്ലോ, ഇപ്പോൾ ഒരുപാട് ചിരിച്ചല്ലോ. അത് രേഖയുടെ കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലല്ല, ഞാൻ ആ പറഞ്ഞതിൻ്റെ ഒരു കെമിസ്ട്രി ആവാം. ഈ ചോദിക്കുന്ന ഇപ്പം അഭിനയത്തിലും ഇത് തന്നെയാണ്. ചോദിക്കുന്നവർ ഇവിടുന്ന് ചോദിക്കും. ഇവിടുന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഉത്തരവും വരും. ഉള്ളിൽ നിന്ന് വരണം. ഉള്ളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരം വരും. അഭിനയിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. സാർ എനിക്കത് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് സാർ. അതുകൊണ്ടാവാം ഞാൻ ചിരിച്ചത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.